ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതനായ ഒരു ശുശ്രൂഷകന്, ഈ ശുശ്രൂഷകൻ്റെ മകന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഓപ്പറേഷന് 1.5 ലക്ഷം രൂപ ആകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്രയും ക്യാഷ് എടുക്കാനില്ലാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറ്റി വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു 1.5 ലക്ഷം രൂപയാകും ഓപ്പറേഷന്, വേഗം ഓപ്പറേഷൻ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ ഒരു വണ്ടിയിലാണ് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മഠത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുമ്പോൾ ആ മഠത്തിൻ്റെ മതിലേൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വചനം ഇതാണ്: സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മുടെ സ്നേഹിതനെ ഈ വചനം വായിച്ചപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പ്രത്യാശ കടന്നു വന്നു. അപ്പോൾ തന്നെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോ എൻ്റെ ഭാരമില്ല, ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോള് നമ്മുടെ സ്നേഹിതന് വന്നു. സ്നേഹിതൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ വിളിച്ചിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ മകൻ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു പോരുകയാണ്, എത്ര ലക്ഷം രൂപ ആകുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ടുണ്ട്, ഞാനിന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഇപ്പം വിളിക്കാമെന്നും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വിളിച്ചു അവിടെ കൊണ്ട് എല്ലാം പറഞ്ഞു. ഏതായാലും ഈ സ്നേഹിതനെയും മകനെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ വണ്ടിക്കൂലിയും ഇതെല്ലാം കടം കൂട്ടി 5000 രൂപ അടുത്ത് മാത്രമേ ചിലവായുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഇങ്ങനെ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ആത്മീയ മേഖലയിലാണേലും ഭൗതിക മേഖലയിലാണേലും ഭാരം ചുമന്ന് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും 5 കിലോ ഭാരവുമൊക്കെ ആയിട്ട് ആരുടെയെങ്കിലും അടുക്കൽ അല്ലെ എവിടെയെങ്കിലുമൊക്കെ ഈ ഭാരവും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി, ഈ ഭാരത്തിന് ഒരു പരിഹാരം ഒക്കെ കാണുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു 50 കിലോ പൂർവിക ശാപബന്ധനവും 45 കിലോ ബന്ധനവും ഒക്കെ പറഞ്ഞ് 100 കിലോ ഭാരമാക്കി തിരിച്ചയച്ച് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഈശോയിൽ നിന്ന് അകറ്റിവിടുന്ന ഒത്തിരി വ്യക്തികൾ, അകന്നുപോയി ഈ ഭാരവും ബന്ധനവും പൂർവിക ശാപവും കേട്ട് ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരി വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കേണ്ടത് ഈശോയിൽ മാത്രമാണ്. നമ്മുടെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഈശോയിൽ, വചനത്തിൽ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളിൽ നിന്നെല്ലാം നമ്മളെ വിടുതൽ നൽകി ഈശോ നമ്മളെ ഉള്ളംകൈയിൽ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്നേഹിതൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഈ സ്നേഹിതൻ ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാന മുടക്കുന്ന ഒരാളല്ല. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോ, വചനമായ ഈശോ, ആ ഒരു മതിലിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വചനം ഈ നമ്മുടെ സ്നേഹിതൻ്റെ ജീവിതത്തിൽ കയറി പ്രവർത്തിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. 1.5 ലക്ഷം രൂപ കൊടുക്കുന്നിടത്ത് ഒരു 5000 രൂപയിൽ ഇതെല്ലാം കർത്താവ് ക്രമപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, തിരുവചനമായ ഈശോയിൽ വിശ്വസിക്കുവാൻ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ ശരീരവും രക്തവും എല്ലാ ദിവസവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ഈശോയിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.